ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ടും ആൻഡ് ഈസി ആയിട്ടും പഞ്ഞി പോലത്തെ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായി ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ഇതിനായി ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അരി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ പച്ചരി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു 4 മണിക്കൂർ മിനിമം കുതിർക്കാനായിട്ട് വെക്കണേ. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇത് കിട്ടുള്ളൂ. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഇതിൽ സ്റ്റാർച്ചൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ സ്റ്റാർച്ചും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിത് 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ തേങ്ങാപ്പാലിലാണ് ഈ അരി അരിച്ചെടുക്കുന്നത്. ഞാൻ വെള്ളം ഉപയോഗിക്കുന്നില്ല, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ വേണ്ടത് ചോറാണ്. ചോറ് 4 ടേബിൾ സ്പൂൺ ചോറ്. പിന്നെ നിങ്ങൾക്ക് 2 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര എടുക്കാം കേട്ടോ. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കാം. അപ്പോഴേക്കും ഈസ്റ്റ് ഇത് ആക്ടിവേറ്റ് ആവും. ഓക്കെ, സോ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ പകുതി പച്ചരി കുതിർക്കാൻ വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ടതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറാണ് കേട്ടോ. ചോറിട്ടതിന് ശേഷം നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഈസ്റ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, സോ ഞാനിത് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പകുതി ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയിൽ അരച്ചത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സോ ഇതിലേക്ക് പോർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ട്രിപ്പും കൂടി നമുക്ക് സെയിം പ്രൊസീജിയർ ചെയ്യാം. അരി ഇട്ടിട്ടുണ്ട്. സോ എല്ലാം ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ബാക്കി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇത് അടിച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ മിനിമം അടിച്ചു വെക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് അടിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം ഞാൻ രാത്രി അരച്ചു വെച്ചതാണ്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇത് നന്നായി ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഒരു പാലപ്പച്ചട്ടി ഇട്ടിട്ട് അത് ചൂടാക്കാൻ വെക്കുക. ഇത് നോൺ സ്റ്റിക്കിന് തന്നെ, അതുകൊണ്ട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് 1-2 തവി ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇത് വേവുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല സോഫ്റ്റ് അപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള അപ്പവും റെഡി ആക്കിയെടുക്കാം. നല്ല ഈസിയല്ലേ ഇത്, കപ്പി കാച്ചാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പമാണ് കേട്ടോ. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.